ഹലോ ഗൈസ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരാൾ ആദ്യം തന്നെ ഗിഫ്റ്റ് തന്നെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമല്ല. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഇന്ന് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്തോട്ട് പോകണം. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഗിഫ്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ട് നോക്കി. ഒരു ഡ്രസ്സാണ് തന്നത് അല്ലേ? അതിന് എടുത്തായിരുന്നു കൊണ്ടുപോകണ്ടല്ലോ, വീട്ടിൽ കൊണ്ടുപോകണ്ട. അപ്പൊ എന്തായാലും ഞാൻ ഇട്ടിട്ട് ഒരു ഫോട്ടോ അതിന്റെ പിക്ക് ഞാൻ എടുത്തേക്കാം. ഇയാളുടെ അളവും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടാ. ഇസയുടെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ്. ഇസയുടെ അളവ് കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞില്ലേ? ചേച്ചി കേടുവാ ചേച്ചി ചേച്ചിയാണ് എനിക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നത്. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ആൾക്ക് ഡ്രസ് ചെയ്ത് കൊടുത്തിട്ട് കാണാൻ പറ്റാത്ത വിഷമം പറഞ്ഞു. പാലാരൂട്ടത്തെ പേഴ്സ് ഫാഷൻ ബുട്ടീക്ക് എന്നാണ് എൻ്റെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ബിനീഷയ്ക്ക് നമ്മളൊരു ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ എന്തായാലും ബിനീഷ് അതിട്ട് കാണിച്ചു തരും. ചേച്ചിക്ക് വർത്താനം പറയുന്ന ചെറിയൊരു അല്ലേ? പിന്നെ അതേപോലെ തന്നെ പിന്നെ ഓണത്തിന് നമ്മളൊരു ചെറിയൊരു സാരിയും ചുരിദാർ അല്ലേ, ചുരിദാർ മോഡൽ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ മെയിൻ ചാനലിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ഇസക്ക് വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ അളവെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇസാഫിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇസാഫിയുടെ അളവൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വഴിയെ. നമുക്ക് അതൊക്കെ കാണാം. പിന്നെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് പരിചയപ്പെടുത്തി തരാട്ടെ. ചന്തേരി സിൽക്സ് ആട്ടത് സിൽക്കാണ്. ഇതിന്റെ ഇതിനകത്താണ് എനിക്ക് ചേച്ചി ചുരിദാർ അടിച്ചു തന്നേക്കുന്നത്. അതിനകത്ത് ഒരു മെറൂണും മാമ്പഴ മഞ്ഞയും കൂടി കളറാണ്. ഇത് നമ്മൾ ആദ്യം കാണുമ്പോ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ അത് തയ്ച്ച് വരുമ്പോഴാണ് അതിന്റെ ഭംഗി നല്ലോണം അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇട്ടേക്കണത് ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാം. ചേച്ചി നല്ല പോലെ നെക്കും എല്ലാം നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? അതിന്റെ താഴെ ഇങ്ങനെ ഒരു ചെറിയൊരു ബോർഡർ പോലെയാണ്. ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ബോർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ബിനീഷയുടെ ചുരിദാർ ചെയ്തിട്ടുണ്ട്. വേറൊരു കളർ, ഇത് വേറെ കളർ. ഇത് കൽക്കട്ടയിൽ നിന്ന് വരുന്ന സാധനമാണ്. കൽക്കട്ടയിൽ നിന്ന് മെറ്റീരിയൽ എല്ലാം വന്നേക്കും. എനിക്ക് മഞ്ഞ പറഞ്ഞ ഭയങ്കര ഇഷ്ടം. മഞ്ഞ പലതും ആയാലും ഡാർക്ക് വേണ്ട, അത്ര ഡാർക്ക് വേണ്ട, ഇതേപോലത്തെ മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കളർ കൂടുതലായിട്ട് ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ അതിന്റെ കുറെ കളേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ല, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കി ഓരോന്നും നിവർത്തി കാണിച്ചു മടക്കി വെക്കാൻ മടിയല്ലേ? അതാണ് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അതെ പറഞ്ഞാൽ മതിയല്ലോ. അയച്ചു തരും. എവിടേക്കാണെങ്കിലും അയച്ചു പാഴ്സൽ ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫോട്ടോസ് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തോട്ടും ഇല്ലേ? കേരളത്തിൽ അല്ലാത്ത എല്ലാ സ്ഥലത്തും കൊടുക്കും. വീഡിയോ കോൾ ചെയ്തിട്ട് മെഷർമെന്റ് എടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരും. ഓഫറൊക്കെ വീഡിയോകളൊക്കെ ചെയ്ത് മെഷർമെന്റ് കാര്യങ്ങളെല്ലാം എടുക്കും. അതായത് ദൂരെ എവിടെയെങ്കിലും പുറം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് മെഷർമെന്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ ആ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. എവിടെ വേണമെങ്കിലും അയച്ചു. ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട്. ഒരുപാടുണ്ട്. അപ്പൊ കടയിൽ നമ്പർ കൊടുത്തേക്കാം. അതിനകത്ത് അല്ലേ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ചെയ്താൽ മതി കേട്ടാ. ഇസക്ക് കണ്ട ഇവിടെ അളവ് എടുത്തോണ്ടിരിക്കുന്ന കേട്ടാ. ആളവിടെ അടിപൊളിയായിട്ട് നിന്ന് കൊടുക്കേണ്ട. ബിനീഷ് അവിടെ പോയിരുന്നു ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടു. പിന്നെ അതേ ഇയാൾക്ക് ഇവിടെ ജ്യൂസ് കാര്യം കുടിച്ചിട്ട് അത് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അളവ് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുത്തിക്കൊള്ളാത്ത ഡ്രസ്സ് വേണമെന്ന് പ്രത്യേകം എടുത്തു പറയണേ അല്ലേ?
നമ്മൾ ഓണത്തിൻ്റെ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഇതാണ് എടുക്കുന്നത്. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാപ്പി ഇവിടെ ഇരിപ്പുണ്ട്. സാപ്പി ഇങ്ങനെ ഇരിക്കണേന്ന് നോക്കി കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കണേന്ന് ഇവിടെ ബാക്കി ഇതെല്ലാം മടക്കി എടുത്ത് വെക്കണുണ്ട് ഒരാൾ. ഇച്ചായ ഇവിടെ ബോറടിച്ചിരിക്കണേന്ന് അല്ലേ? നമ്മുടെ ലേഡീസിന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു കസേരയിൽ എപ്പോഴും മാറിയിരിക്കുമല്ലോ, അതേപോലെ അതെ. എന്ത് ചെയ്യുന്നു? ഓ, അപ്പം ഞാനിന്നൊരു ചലഞ്ച് ഏറ്റെടുത്തപ്പോഴാണ് ഞാനിന്ന് ഇവിടെ പോയത്. അപ്പോൾ പോയത് വേറെ ചലഞ്ചിൻ്റെ കാര്യം പറയണമെങ്കിൽ തന്നെ നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പീരീഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. എനിക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് ഡേയിൽ കുറച്ച് ഒന്നുകൂടി ഹെവി ഫ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന പാഡിനേലും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എവർത്തിൻ്റെ പീരീഡ് കെയർ. അപ്പം ഞാനിത് യൂസ് ചെയ്ത് ഒരുമാതിരി ഞാൻ യൂസ് ചെയ്തത് ഏതുണ്ട്, ഇനിയൊരു 5 അത്രയൊക്കെ ഉള്ളൂ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് രാത്രി ആയാലും എവിടെയെങ്കിലും പുറത്തോട്ട് പോകുമ്പോഴായാലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നൈറ്റ് കിടന്നുറങ്ങാൻ നേരത്ത് നമുക്ക് ബെഡിലൊക്കെ ആവുന്ന അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ബെഡൊക്കെ ഒരു ലൈറ്റ് കളറുള്ള ഷെയ്ഡുള്ള ബെഡ്ഷീറ്റാണ് നമ്മൾ വെച്ചിരുന്നത്. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ ഡോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ ഡോട്ട് കാര്യങ്ങളൊക്കെ ചിലവരെയൊക്കെ അങ്ങനെ ആവാം. എൻ്റെയൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടമായി. ഞാനിത് യൂസ് ചെയ്തിട്ട് എവർത്തിൻ്റെ പീരീഡ് കെയർ. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളുടെ സ്നാക്ക് കേക്കില്ല അതേപോലെ ഇരിക്കും. പക്ഷേ അത് കുട്ടികളുടെ സ്നാക്ക് കേക്കെന്ന് പറഞ്ഞാൽ ഈ യൂറിൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തേക്കും. അങ്ങനെയുള്ള സംഭവമൊന്നും ഇതിനില്ല. ഇത് അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ബ്ലൂ കളറിലെ ലൈൻ ഉണ്ട്. ഇതാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ബാക്കിൽ ലൈനില്ല, ഈ ഫ്രണ്ടിൽ വന്നേക്കുന്നതാണ് ഫ്രണ്ട് പോർഷൻ. അപ്പോൾ അതേ ഇതില്ല സ്നാഗിയുടെ പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണോ പാൻറ്റീസ് ഇടുക അതേപോലെ തന്നെയാണ് ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാലും തോന്നുന്നു. മുമ്പിൽ കാണിക്കുമ്പോൾ എനിക്കത് ഒരു ചലഞ്ചായിട്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നത് വെച്ചാൽ, അപ്പോൾ ഞാൻ ഇന്ന് എറണാകുളത്ത് പോയപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. ഇത് വെച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് വന്നപ്പം കുറേ ലേറ്റായി. അത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് പുറത്തോട്ട് ലീക്കേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം ഇവിടെയും ഒരു എലാസ്റ്റിക് ടേപ്പാണ്. ഇത് നോക്കി, ഇവിടെയും എലാസ്റ്റിക് ടേപ്പാണ്. അപ്പോൾ ആ ഒരു ഇത് കൊണ്ട് തന്നെ ഫുൾ കവറായിട്ടിരിക്കും. അതായത് 360 ഡിഗ്രി പറയുമ്പോൾ തെറ്റിപ്പോയത് 360 ഡിഗ്രി ഇത് നമുക്ക് കവറേജാണ് ശരിക്കും പറഞ്ഞത്. പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 10 പാഡുകളാണ് വരുന്നത്. സോറി, പാഡല്ല, പാൻറ്റീസ്. 10 പാൻറ്റീസ് മോഡലുള്ള ഇതാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് എത്ര രൂപയെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. റേറ്റ് എത്രയാണ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 399 രൂപയാണ്. ഇതിനകത്ത് 10 പാഡുകളും വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2x ഫാസ്റ്റർ അബ്സോർപ്ഷനാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഹെവി ഫ്ലോ ഉള്ള ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാഡ് കൂടിയാണിത്. അപ്പം സോറി, പാഡെന്ന് തന്നെയാണ്, പാൻറ്റീസാണിത്. പിന്നെ ഇതിൻ്റെ ലാർജ് ടു XL ആണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. സൈസ് കണ്ടില്ലേ, ഇതിനകത്ത് മൂന്ന് ടൈപ്പ് സൈസ് വരുന്നുണ്ട്. അതായത് സ്മോൾ ടു മീഡിയം, മീഡിയം ടു ലാർജ്, ലാർജ് ടു XL, അങ്ങനെ 3 സൈസിലാണിത് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇതെല്ലാത്തിലും നമുക്ക് ആമസോണിലും എല്ലാത്തിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാര്യങ്ങളെല്ലാം എഴുതിയേക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നൈറ്റ് ആയാലും പുറത്തോട്ട് പോയാലൊക്കെ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. നമുക്ക് പയ്യ ലീക്കേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പോയിട്ട് എനിക്ക് ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മുടെ പാഡിൻ്റെ ഇതെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ പാൻറ്റീസിന് പോലെയുള്ള ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ പാൻറ്റീസിൻ്റെ ഇതിനകത്ത് വന്നേക്കുന്നത് കണ്ടില്ലേ, അത്ര വലിയ കട്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ യൂസ് ചെയ്ത് ഞാനിവിടെ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒഴിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒഴിക്കട്ടെ കുറച്ച്. നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് വീണ പോലെ തന്നെ കുറച്ച് ഞാനിങ്ങനെ ഒഴിച്ച് കാണിച്ചു തരാം. ഇപ്പം ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒഴിച്ചിട്ടുണ്ട്.
അത്ര ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതേപോലെ തന്നെ ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കയ്യിലോ കാര്യങ്ങളിലൊന്നും ഉണ്ടാ നമ്മളിങ്ങനെ കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ വലിഞ്ഞ് പോകുന്നുണ്ട്. കണ്ടില്ലേ, കയ്യിലൊന്നും കണ്ട ആവാത്ത കണ്ട നല്ലോണം തന്നെ വലിഞ്ഞത് നോക്കി ഞാൻ ഒഴിച്ചതാണ്. ഇത് ശരിക്കും നല്ലപോലെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരുമെന്നുള്ളൊരു പേടി വേണ്ട. അത് നോക്കി ബാക്കിൽ ഒന്നുമില്ല, നമ്മളെങ്ങനെയാണോ ഇരുന്നേച്ചത് അതേപോലെ ഞാൻ പുറത്തെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് രണ്ടും സെയിം പോലെ ഇരിക്കുന്നുണ്ട് കണ്ട. നമുക്ക് വീർക്കേ കാര്യങ്ങളൊന്നുമില്ല, നല്ല നമുക്ക് ഇത് കംഫർട്ടബിളാണ്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കര കംഫർട്ടബിൾ കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്കും എന്താ പറയുക താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ലിങ്ക് കാര്യങ്ങൾ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾ മറക്കണ്ട. പീരിയഡ് കെയർ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 400 രൂപ. ഇതൊക്കെ ഞാൻ 400 അല്ല 399 രൂപ. അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. പിന്നെ എന്താ പറയുക, നമുക്ക് രാത്രി ഞാൻ പറഞ്ഞിരുന്നത് കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞ് രാവിലെ നമുക്ക് നല്ല ധൈര്യമായിട്ട് എഴുന്നേറ്റ് നമുക്കിത് മാറ്റാം. വേറെ കുഴപ്പമൊന്നുമില്ല. പുറത്തോട്ട് പോകുമ്പോഴും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഗൈസ്, ഞങ്ങൾ പോയി വന്ന് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ എന്തായാലും ആഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ആകെ നനഞ്ഞ് കുളിച്ചിരിക്കുന്നത് കണ്ടില്ലേ, മൊത്തത്തിന് നനഞ്ഞിരിക്കണേണ്. ഞങ്ങൾ നനഞ്ഞ് നല്ല മഴയായിരുന്നു. അവിടുത്തെ മഴ നനഞ്ഞ്, ഇസാപ്പിയും നനഞ്ഞ്. ഇസേന എന്ന് വെച്ചാൽ ഞങ്ങൾ നടുക്കിയിട്ട് തലയിൽ കവറൊക്കെ ഇട്ടൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് പോകുന്നു. ഞങ്ങൾ കുറേ നേരം മഴയത്ത് അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറോളം എനിക്ക് കടയിൽ വെറുതെ നിന്ന്. അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഇച്ചായി അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇച്ചായിനോട് ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഇച്ചായി വേറെ എന്താണ് ഫോണിൽ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം പോയി വന്ന്. അപ്പം ഞാൻ അതേപോലെ തന്നെ ഒരു പാൻറ്റീസിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചലഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പോയത്. കാരണം ഞാനത് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അത് യൂസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും എനിക്കത്ര സാധാരണ നമ്മൾ പാഡ് വെക്കണതിൽ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ നമുക്കങ്ങനെ അറിയില്ല, നമ്മൾ സാധാരണ പാൻറ്റീസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അത് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാവരും വാങ്ങുക. പിന്നെ അതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ ശബ്ദം മഴ കൊണ്ട് വന്നുകൊണ്ടാന്ന് തോന്നുന്നു അടഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഞാനതേ വലിച്ചു കിട്ടല്ല, ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പറ്റുന്നതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.